വീടിന്റെ ടെറസിന്റെ മേലിൽ നമുക്ക് പച്ചക്കറികൾ വെച്ച് റിസൾട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതിനൊരു തെളിവാണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് ചുരക്ക, കാരണം ഇതൊരു വിത്തിടുന്ന സമയത്ത് ഇത് എന്താവും നമുക്ക് മുളച്ച് ഇതിൽ നിന്ന് ഫലം കിട്ടുമോ എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ വെച്ചത്. അങ്ങനെ വെച്ചത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ചുരക്കുണ്ടായി. അതിന് ഞാൻ ജസ്റ്റ് നല്ല രീതിയിൽ വളം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് എത്രത്തോളം വലുതാവും എന്നറിയില്ല. ഞാൻ ഏകദേശം ഒരു വലുപ്പമായി അത് മുറിച്ചെടുക്കാൻ ഞാൻ റെഡിയായി. കാരണം ഇനി ഇത് എത്രമാത്രം വലുപ്പം വരും എന്നറിയില്ല. അപ്പോൾ ആദ്യത്തെ വരുന്നതിന് കേടുവരുന്ന് പോകണ്ട എന്നുകൊണ്ട് ഞാൻ അതൊരു മീഡിയം സൈസായി മുറിച്ചെടുത്തു. എന്തായാലും ചുരക്ക ഫസ്റ്റത്തെ എൻ്റെ തോട്ടത്തിൽ, അത് ടെറസിന് മേലുള്ള കൃഷി തോട്ടത്തിൽ അതിഥിയാണ്. പിന്നെ ഉണ്ടായത് പീച്ചിങ്ങയാണ്. പീച്ചിങ്ങും ഇതുപോലെ ആദ്യം ഒരു കായ പീച്ചിങ് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതിന്റെ പൂ വന്നപ്പോൾ എന്താണ് ഇതിന്റെ കായ എന്ന് പോലും അറിയില്ല. അപ്പൊ പിന്നീടാണ് അറിഞ്ഞത് പീച്ചിങ് ആണെന്നുള്ളത്. അതും ഇതുപോലെ വലിപ്പം ഒരുവിധം വന്നപ്പോൾ തന്നെ ഞാൻ മുറിച്ചെടുത്തു. കാരണം ഇനി ഉണ്ടാവും നമുക്ക് വെച്ച് നോക്കാം. അതുപോലെ ചെടിമുരിങ്ങ രണ്ട് വിത്താണ് ഇട്ടത്. അതിൽ ഒരു വിത്ത് മാത്രം മുളച്ചു. ആ ചെടിമുരിങ്ങ നല്ല രീതിയിൽ ഞാൻ വളമിട്ടുകൊണ്ട് ജസ്റ്റ് വളർത്തിയെടുക്കുന്നുണ്ട്. എല്ലാം ജൈവവളമാണ്. 1% പോലും കെമിക്കലില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. 1% പോലും കെമിക്കലില്ലാതെയാണ് ഞാൻ എന്റെ ചെടികളെല്ലാം വളർത്തുന്നത്. തക്കാളി കണ്ടില്ലേ, ഇതിൽ ഒരുപാട് പ്രാണികളും കീടങ്ങളും വരാൻ സാധ്യതയുള്ളതാണ്. ടെറസിന്റെ മേലെ നല്ല വെയിലുള്ളതുകൊണ്ട് ഇതിനകത്തൊന്നും നമുക്ക് വരുന്നില്ല. എല്ലാം ജൈവ കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. കെമിക്കലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടാണ് നമുക്ക് തക്കാളി ചെടി, കാരണം അതിൽ വെള്ളീച്ചകളാണ് ഏറ്റവും പ്രശ്നം വരിക. പക്ഷെ അതൊന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു. തക്കാളി ഇഷ്ടത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്. 2 കിലോ തക്കാളിയോളം കിട്ടി. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പിന്നെ വെണ്ടയ്ക്ക, വഴുതനങ്ങ എല്ലാം തന്നെ നമ്മുടെ തോട്ടത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ വെയിലിൽ നല്ല രീതിയിൽ ചെടികൾ കിട്ടുന്നതുകൊണ്ട് എല്ലാം വളരെ നന്നായി കിട്ടുന്നുണ്ട്. വെണ്ടയ്ക്ക, അതായത് നമ്മുടെ ആഴ്ചയിൽ ഇതുപോലെ തന്നെ 2-3 ദിവസം നമുക്ക് ഇതുപോലുള്ള ഫലങ്ങൾ കിട്ടുന്നുണ്ട്. വഴുതനങ്ങ ആയിക്കോട്ടെ, വെണ്ടയ്ക്ക, അതുപോലെ തക്കാളി, പീച്ചിങ്ങ, പയർ, അമര, എല്ലാ പച്ചമുളക് എല്ലാം നമുക്ക് നന്നായി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ടെറസിന്റെ മേലെ. ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയത്, ഞാൻ ഫസ്റ്റ് താഴെയാണ് വെച്ചത്. താഴെ വെച്ച സമയത്ത് ഒരുപാട് പ്രാണികളും കീടങ്ങളും പെരിച്ചാഴിയും ഒരുപാട് ശല്യം താഴെ ഭൂമിയിൽ വെച്ചപ്പോൾ. പിന്നീട് എനിക്ക് തോന്നി ടെറസിൽ വെച്ച് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരീക്ഷണം നടത്തി. കണ്ടില്ലേ, കോളിഫ്ലവർ അടക്കം ഞാൻ ഒരു ഭാഗ്യപരീക്ഷണം പോലെ 3 വിത്തിട്ടിട്ടാണ് മുളപ്പിച്ചത്. കാരണം അത് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല. ഇതിനെക്കുറിച്ച് ഇതുവരെ ഞാൻ കൃഷി ചെയ്തിട്ടില്ല. അതിന്റെ ഫലം കണ്ടു കഴിഞ്ഞു. അതുപോലെ പച്ചമുളക് 8 ചെടി ഞാൻ വെച്ച് നോക്കി. അതിലെന്താണെന്ന് വെച്ചാൽ നീളം പച്ചമുളക്, ഉണ്ട പച്ചമുളക് യഥേഷ്ടം. ആഴ്ചയോളം നമുക്കൊരു കിലോ പച്ചമുളക്, ഒരു കിലോയ്ക്ക് മേലെ പച്ചമുളക് നമുക്ക് കിട്ടുന്നുണ്ട്. അതും പല ടൈപ്പിൽ, നീളമുള്ളതും ഉണ്ടമുളകും ഒരുപാട്. അപ്പൊ നമുക്ക് ഇതെല്ലാം ടെറസിന് മേലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള കൃഷി ചെയ്ത് നല്ല ജൈവ പച്ചക്കറികൾ വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ളതിനുള്ള തെളിവാണ് ഈ വീഡിയോ. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പച്ചക്കറി ചെടി വെച്ചാൽ പോലും ആവശ്യത്തിന് പച്ചമുളക് നമുക്ക് വീട്ടിലേക്ക് കിട്ടും. കണ്ടില്ല, ഇതുപോലെ പച്ചമുളക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും ശ്രമിച്ചാൽ ഇത് കിട്ടും എന്നുള്ളതിനൊരു വീഡിയോ ആണ് ഇത്. നിങ്ങളെല്ലാവരും ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഇന്നത്തെ ദിവസം ഈ പച്ചക്കറി പറിക്കാൻ കാരണം, നന്ദന, എന്റെ 2ാമത്തെ മോള് കൂനത്തറ ആശാദീപം സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു സ്കൂളിലേക്ക് കൊടുത്തുവിടാനായിട്ടാണ് ഞാൻ ഈ പച്ചക്കറി പറിക്കാനും ഇത് ലൈവിൽ കാണിക്കാനും കാരണം. അവിടെ ഒട്ടനവധി കുട്ടികൾ, എന്റെ മോളെ പോലെ തന്നെ ഒട്ടനവധി വയ്യാത്ത കുട്ടികൾ അവിടെ പഠിക്കുന്ന സ്ഥലമാണ്. അവർക്ക് ഒരു ദിവസത്തെ ഒരു ജൈവ കൃഷിയുടെ പച്ചക്കറികൾ കൊടുക്കാമെന്നുകൊണ്ടാണ് ഞാനിന്ന് നന്ദന അടുത്ത് കൊടുത്തുവിടുന്നത്. അത് എനിക്ക് ഭയങ്കര സന്തോഷം. നന്ദനയ്ക്ക് അതിനേക്കാളും സന്തോഷം. എന്തായാലും വളരെ വളരെ സന്തോഷം. ശരി.